ഇറാന് മുകളിലൂടെ വട്ടമിട്ട് പറന്ന് യുഎസിന്റെ നേവിയുടെ ചാരവിമാനം. ഇതോടുകൂടി തന്നെ ഇറാൻ ആകെ ഭയപ്പാടിലാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. യുഎസ് ചാരവിമാനം മേഖലയിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ചാരവിമാനങ്ങളുടെ വരവ് പോക്ക് കൂടുതലായി തന്നെ ഉണ്ടായിരിക്കുന്നതെന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ മറ്റൊരാക്രമണം നടത്താനാകാം ട്രംപ് അവിടെ തയ്യാറെടുക്കുന്നത് എന്നതും വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, കടലിനടിയിലൂടെ പോലും ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഭീഷണി മുഴക്കിയതും. ഇതോടുകൂടി തന്നെ ഇറാനെ തൊട്ടാൽ തിരിച്ചടി അതിഭയാനകമാകുമെന്ന് ഇറാൻ തന്നെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തതാണ്. ആയതിനാൽ തന്നെ ഇപ്പോൾ ഇറാന് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പം നിൽക്കുന്നത് ട്രംപിന് വലിയ രീതിയിലുള്ള അമ്പരപ്പാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയായ ഖ്വഷം ദ്വീപിന് തൊട്ടടുത്താണ് യുഎസ് നേവിയുടെ അത്യാധുനിക ചാരവിമാനം വട്ടമിട്ട് പറന്നിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ്. വിമാനം അമേരിക്കയുടെ അത്യാധുനിക മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റായ P-8 പോസിഡോൺ എന്ന വിമാനമാണ് എന്നതാണ്. അതുപോലെ തന്നെ ചില ട്രാക്കിംഗ് സൈറ്റുകൾ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഖ്വഷം ദ്വീപിന് സമാന്തരമായി തന്നെയാണ് ഈ വിമാനം പറന്നിരിക്കുന്നത്. അതേപോലെ തന്നെ രാജ്യാന്തര വ്യോമപാതയിൽ ആയിരിക്കുമെങ്കിൽ പോലും ഇറാന്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ ഒപ്പിയെടുക്കാൻ പാകത്തിനായിരുന്നു വിമാനത്തിന്റെ സഞ്ചാരപാത അവിടെ രൂപീകരിച്ചതെന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ നൽകുന്ന വിവരം. കടലിലെ അന്തകൻ അഥവാ സബ്മറൈൻ കില്ലർ എന്നതാണ് P-8 പോസിഡോൺ അറിയപ്പെടുന്നത്. ബോയിങ് 737-800 വിമാനത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ വിമാനം യുഎസ് നേവിയുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളിൽ ഒന്നാണ്. അത്യാധുനിക റഡാറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവയിലുണ്ട്. സമുദ്ര ഉപരിതലത്തിലെ കപ്പലുകളെയും അതുപോലെ തന്നെ കടലിനടിയിലൂടെയുള്ള മുങ്ങിക്കപ്പലുകളെയും എല്ലാം തന്നെ ഒരേപോലെ കണ്ടെത്താൻ ഇതിന് കഴിയുകയും ചെയ്യും. ഇതിലെ AN/APY-10 റഡാറും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും അതീവ സുസൂക്ഷ്മമായ വിവരങ്ങൾ വരെ ചോർത്തി നൽകാൻ ശേഷിയുള്ളവയാണ്. ആയുധശേഖരം ഇവയ്ക്ക് വലിയ രീതിയിലുണ്ട്. വെറും നിരീക്ഷണം മാത്രമല്ല ഇവയുടെ ദൗത്യം. ശത്രു മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ വലിയ രീതിയിൽ ശേഷിയുള്ള ഒരു ടോർപിഡോകൾ, കപ്പലുകളെ ആക്രമിക്കാനുള്ള ഒരു ഹാർപ്പൺ ആന്റിഷിപ്പ് മിസൈൽസ് എന്നിവയെല്ലാം തന്നെ വഹിക്കാൻ ഇതിന് വലിയ ശേഷിയും വേഗതയുമുണ്ട്. മാത്രമല്ല, വേഗതയുടെ ഒരു റേഞ്ച് പരിശോധിച്ചാൽ ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിൽ വളരെ വേഗത്തിൽ, അതായത് 900 കിലോമീറ്റർ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മണിക്കൂറുകളോളം തന്നെ ആകാശത്ത് തങ്ങി നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ ഇവയ്ക്ക് സാധിക്കുന്നവയാണ്. അതേപോലെ തന്നെ കടലിലേക്ക് എറിയാവുന്ന പ്രത്യേകതരം സെൻസറുകൾ, അതായത് സോണോബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലെ ശബ്ദ തരംഗങ്ങൾ അത് വിശകലനം ചെയ്തുകൊണ്ട് മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യം ഇത് തിരിച്ചറിയുകയും ചെയ്യും. ഹോർമൂസ് കടലിനടിയിലെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഇറാന്റെ മുങ്ങിക്കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് അമേരിക്ക ഇത്തരത്തിൽ P-8 പോസിഡോണിനെ പ്രധാനമായും തന്നെ ഉപയോഗിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ നാവിക കരുത്ത് അത് കേന്ദ്രീകരിക്കുന്ന ഖ്വഷം ദ്വീപിന് സമീപം ഈ വിമാനം എത്തിയത് മേഖലയിലെ നിരീക്ഷണം അമേരിക്ക ശക്തമാക്കിയതിൻ്റെ ഒരു സൂചന തന്നെയായിട്ടാണ് ഇപ്പോൾ നിരീക്ഷകരടക്കം ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.